സ്കൂൾ കലോത്സവ വേദികളിൽ കണ്ടുവരാറുള്ള ഓട്ടം തുള്ളലിൽ നിന്നും ഏറെ വ്യത്യസ്തമായ അവതരണ രീതി കൊണ്ടും കഥാപശ്ചാത്തലം കൊണ്ടും കലാ ആസ്വാദകരുടെ നെഞ്ചിൽ ഇടം പിടിച്ചിരിക്കുകയാണ് അവനിജ എന്ന മിടുക്കി. കോട്ടയ്ക്കൽ പ്രദീപ് രചിച്ച ദ്വാരകനാശം എന്ന തുള്ളൽ കൃതിയിലെ ഭാഗങ്ങളാണ് അവനിജ അരങ്ങിൽ ആടിത്തിമിർത്തത്. കലോത്സവങ്ങളിൽ പതിവായി അരങ്ങേറാറുള്ള കുഞ്ചൻ നമ്പ്യാർ രചിച്ച ഓട്ടൻതുള്ളൽ കൃതികൾക്ക് പകരം മറ്റൊരു കഥാരംഗം തെരഞ്ഞെടുക്കുമ്പോൾ അവനിജയ്ക്കും ചെറിയ പരിഭ്രമങ്ങളുണ്ടായിരുന്നു. എന്നാൽ ആ പരിഭ്രമങ്ങളെയെല്ലാം തന്റെ കലാവൈഭവം കൊണ്ട് മറികടന്ന് അതിമനോഹരമായ കലാവതരണമാണ് ഇന്ന് നടന്ന ഓട്ടൻതുള്ളൽ മത്സരത്തിൽ അവനിജ കാഴ്ചവെച്ചത്. സാറ് പറഞ്ഞിരുന്നു, അപ്പോൾ പുതിയൊരു ഭാഗം പഠിക്കാന്ന് വിചാരിച്ചിട്ട്. കോട്ടയ്ക്കൽ പ്രദീപ് രചിച്ച ദ്വാരകാനാശം എന്ന തുള്ളൽ കൃതിയിലെ ഭാഗങ്ങളാണ് അവനിജ തന്റെ പ്രകടനത്തിന് വേണ്ടി തെരഞ്ഞെടുത്തത്. കലോത്സവത്തിന് വെറും 10 ദിവസം മുൻപ് പഠിച്ചെടുത്ത കഥാഭാഗങ്ങൾ ഓട്ടൻതുള്ളൽ മത്സരത്തിൽ വേറിട്ട കാഴ്ചയായി. വളരെ റയറായിട്ട് മാത്രം അരങ്ങിൽ കണ്ടുവരുന്ന ഒരു കഥാഭാഗമാണ്. ഇത്തവണ ഒരു പുതുമയായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ഭാഗം 10 ദിവസം കൊണ്ടാണ് ആൾ ഈ ഭാഗം പഠിച്ചത്. ജില്ലയ്ക്ക് നളയരുതാണ് കളിച്ചത്. സ്റ്റേറ്റിലേക്ക് 10 ദിവസം കൊണ്ട് മാത്രമാണ് ഈ ഒരു ഐറ്റം പഠിച്ചത്. നാരായണ ജയ നാരായണ ജയ. ശ്രീകൃഷ്ണന്റെ മരണശേഷം ദ്വാരകയിൽ നടക്കുന്ന അതിക്രമങ്ങളുടെ കഥയാണ് ദ്വാരകാനാശം. ഇത്തവണത്തെ കലോത്സവത്തിൽ എന്തെങ്കിലും പുതുമ കൊണ്ടുവരണമെന്നായിരുന്നു ഈ കലാകാരിയുടെ ആഗ്രഹം. കഴിഞ്ഞ കലോത്സവത്തിൽ അവതരിപ്പിച്ചത് നളചരിതമായിരുന്നു. പ്രകടനത്തിലൂടെ ഹൈസ്കൂൾ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ഓട്ടൻതുള്ളലിലും കേരള നടനത്തിലും ഈ മിടുക്കി എ ഗ്രേഡ് സ്വന്തമാക്കിയിരുന്നു. സ്കൂളിൽ നിന്ന് രണ്ട് ഐറ്റത്തിനും കൂടി ഉണ്ട്. ഗ്രൂപ്പ് ഐറ്റത്തിന് ഗ്രൂപ്പ് സോങ്ങും ദേശഭക്തി ഗാനവും ഉണ്ട്. ഇത്തവണ അവൾക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് അങ്ങനെ ചെയ്യണം. അവനിജ നല്ല ടാലൻ്റുള്ള കുട്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ജില്ല കഴിഞ്ഞ് ഞങ്ങൾ ഈ കഥ സജസ്റ്റ് ചെയ്തപ്പോൾ അതൊപ്പം തന്നെ അത് ഗ്രാസ്പ് ചെയ്യാനും എല്ലാത്തിലുള്ള സ്കിൽഡ് ആയതുകൊണ്ട് തന്നെയാണ് ആൾക്ക് പറ്റിയത്. മലപ്പുറം മഞ്ചേരി GBHSS 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അവനിജ. കലോത്സവത്തിന് ഒരേ പാത പിന്തുടരാതെ പുതിയ പാതകൾ കണ്ടെത്തി മുന്നോട്ട് പോകുന്ന കലാകാരിയാണ് അവനിജ. ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കലോത്സവ വേദിയിൽ നിന്ന് ക്യാമറാമാൻ ബിനുവിനോടൊപ്പം അതുല്യ മുരളി, അമൃത ന്യൂസ്.